നരച്ച മുടി കറുപ്പിക്കാനുള്ള ഹോം മെയ്ഡ് ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഇതുപോലെ നെറ്റിയുടെ ഭാഗത്തായിരിക്കും അല്ലേ നരച്ച മുടി, ചിലർക്ക് ഫുള്ളും നരച്ച മുടി കാണും. അപ്പോൾ അത് കറുപ്പിക്കാനായിട്ട് എല്ലാവർക്കും തന്നെ ആഗ്രഹമാണ്. കെമിക്കലൊക്കെ അടങ്ങിയ ഇതുപോലുള്ള ഡൈയോ അതുപോലെ തന്നെ എണ്ണയോ ഒന്നും തേക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ തേച്ചാൽ തന്നെ ആ ഒരു സമയം മാത്രമായിരിക്കും നമുക്ക് കറുപ്പ് ലഭിക്കുക. പിന്നീട് നമ്മുടെ മുടിക്കും തലയ്ക്കും ഒക്കെ ദോഷമാണ്. അപ്പോൾ ഇതുപോലെ നല്ല മുടി സ്ട്രോങ് ആകാനും അതുപോലെ തന്നെ കറുപ്പാകാനും ഹോം മെയ്ഡ് ഡൈ തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം വെച്ചാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര നരച്ച മുടിയാണെങ്കിലും നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് കറുപ്പാകും. അപ്പോൾ വെറുതെ നമ്മൾ എടുത്ത് കളയുന്ന സവാളയുടെ തൊലി വെച്ചാണ് ഇന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈ തൊലി കളയാറാണല്ലേ പതിവ്. അപ്പോൾ ഇതുപോലെ ഹോം ഡൈ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്ത് മുടി കറുപ്പിക്കുകയും ചെയ്യാം. യാതൊരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ മുടിക്കോ തലയ്ക്കോ ഒന്നും ഒരു ദോഷം വരില്ല. അതുപോലെ തന്നെ നമ്മൾ ഡൈ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഒന്നും പറ്റേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് റോസ് വാട്ടർ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നാടൻ റോസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഹോം മെയ്ഡ് റോസ് വാട്ടർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയുടെ സ്ട്രെങ്തിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, താരൻ ഇതെല്ലാം തന്നെ ഒഴിവായി നല്ല പോലെ തിക്കായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടൊന്ന് പോകാം. സവാളയുടെ ഗുണത്തെപ്പറ്റി നമുക്കറിയാമല്ലോ, നല്ല ഗുണമുള്ളതാണ്. നമ്മളുടെ മുടിക്കൊക്കെ നല്ലപോലെ തന്നെ ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഒക്കെ ഇല്ലാതാക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ ഒരു 5-6 സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലി കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ സവാള തൊലി മാത്രം മതി, അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി തൊലി മതി. അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ എനിക്ക് കുറച്ചധികം വേണം. അതിന് ഞാൻ രണ്ടും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല അടി കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം. അപ്പോൾ അത് കരിയിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊടി കിട്ടുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം തന്നെ ഞാൻ വെളുത്തുള്ളി തൊലി കൂടെ ഇട്ട് രണ്ടും കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിം ഒരിക്കലും വെക്കരുത്, നല്ലപോലെ തന്നെ കരിഞ്ഞ് കിട്ടണം, എന്നാലും നമുക്ക് ആ പെർഫെക്റ്റ് പൊടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ അധികം നമുക്ക് സവാള തൊലിയും വെളുത്തുള്ളി തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ച് വെക്കുവാണെങ്കിൽ ഹോം മെയ്ഡ് ഡൈ നമുക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ മുടിക്കും തലയ്ക്കും ഒക്കെ നല്ലതാണ്. ഇതിപ്പോൾ അത്യാവശ്യം തന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത്, എന്നാൽ ആ ഒരു ബ്ലാക്ക് കളറും നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം ചെറിയൊരു ജാറിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച നമ്മളുടെ സവാള തൊലി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം പൊടിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു തരിയൊക്കെ കാണും, അതൊന്നും നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ലപോലെ തന്നെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ഞാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പം തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഞാൻ സ്ട്രെയിൻ ചെയ്ത് നല്ല ഫൈൻ പൗഡറാക്കി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൗഡർ നമുക്കിത് ശേഖരിച്ച് ഇതുപോലെ പൊടിച്ച് വെച്ചാൽ ഹോം ഡൈ ഉണ്ടാക്കാം. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സമയങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഇപ്പം അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുവാണ്. അതിനുശേഷം വേണ്ടത് നെല്ലിക്ക പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി പൊടിയാണ്, അത് നല്ല പൊടി തന്നെ എടുക്കുക. അത് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഇനി നമുക്കിതിൻ്റെ അകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. വെളിച്ചെണ്ണ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾ വീട്ടിലൊക്കെ ആട്ടിയ എണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മളുടെ മുടിക്കൊക്കെ. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവാക്കി എടുക്കുക. എത്രയും നിങ്ങൾക്ക് ലൂസ് വേണം അത്രയും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങരുത്. ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വേറൊരു പാത്രത്തിലാക്കി നമുക്ക് ഒരു ബ്രഷ് വെച്ച് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറുത്ത് കിട്ടുകയും ചെയ്യും. ഹോം മെയ്ഡ് ആയതുകൊണ്ട് വളരെയധികം നല്ലതാണ്. ഇതുപോലൊരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ മുടിയുടെ എല്ലാ ഭാഗത്തും ഇത് ഇറങ്ങിച്ചെന്ന് ബ്ലാക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഇതുപോലെ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് ചെറിയൊരു ടിന്നിൻ്റെ അകത്ത് ഇതുപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ആ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്ത് റെസ്റ്റ് ചെയ്യണം. ഞാനിപ്പം എല്ലാം ഫുള്ള് പെരട്ടി 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷമേ കഴുകിക്കളയാവുള്ളൂ. അതുപോലെ തന്നെ ഇത് കഴുകിക്കളയാനായിട്ട് ഞാൻ റോസ് വാട്ടറിലാണ് കഴുകിക്കളയുന്നത്. അപ്പോൾ ഇതുപോലെ നാടൻ റോസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കാം. റോസ് വാട്ടറെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല, നമ്മളുടെ ഹെയറിനൊക്കെ നല്ലതാണ്. ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ റോസ് എടുത്തിട്ട് അതിൻ്റെ ഇതൾ മാത്രമാണ് എടുക്കേണ്ടത്, ബാക്കിയുള്ള പോർഷൻസ് കളയാം. ഇതിപ്പോൾ ഒരു 10-12 റോസ് ഉണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള നമുക്ക് ഇതൾ കിട്ടിയിട്ടുണ്ട്.
ഇനി ചെയ്യേണ്ടത് ഒരു വലിയ പാത്രം എടുത്തിട്ട് നമുക്കിത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഈ നമ്മൾ അടർത്തിയെടുത്ത ഇതളൊക്കെ അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്ത് നടുക്ക് ഒരു പാത്രം നമുക്ക് വെക്കേണ്ടതാണ്. അതായത് നമുക്ക് റോസ് വാട്ടർ കിട്ടാനായിട്ട് നടുക്കൊരു സ്റ്റീൽ പാത്രമാണ് വെക്കേണ്ടത്. ഞാൻ ചെറിയൊരു സ്റ്റീൽ പാത്രം എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഇതളിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണേ. ഞാൻ വെള്ളം ചുറ്റിനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം നമുക്ക് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നടുക്ക് ഈ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പാടില്ല. എന്നിട്ട് വേണം നമുക്കത് ഈ ഒരു മൂടി തിരിച്ച് മൂടി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ച് മൂടുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് തന്നെ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ തന്നെ ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കാണാം, ഉള്ളിൽ കൂടെ കാണാം ഓരോ തുള്ളിയായിട്ട് നമ്മളുടെ ആ പാത്രത്തിൽ വീഴുന്നത്. കണ്ടില്ല, ആ നമ്മളുടെ ഉള്ളിൽ തിളക്കും തോറും ആ നീരാവിയാണ് ആ വീഴുന്നത്. റോസ് വാട്ടർ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുവേ. അപ്പോൾ ഇനി അടുത്ത പോർഷൻസ് ഞാൻ കളഞ്ഞ് ഐസ് മെൽറ്റായത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് അതും കളയണം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഐസ് മെൽറ്റാകുന്ന അനുസരിച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം അതിൻ്റെ പുറത്ത്. ഇപ്പം നമ്മളുടെ റോസ് വാട്ടർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. നമ്മളുടെ മുടിയിലൊക്കെ നല്ലപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുടിക്ക് ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ഇതുപോലുള്ള പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തലയിൽ വാഷ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ 2-3 മണിക്കൂറായി നമ്മളുടെ ഡൈ അപ്ലൈ ചെയ്തിട്ട് ഇതിട്ടാണ് ഞാൻ കഴുകുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 2-3 ഡ്രോപ്സ് ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കലക്കിയിട്ട് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മളുടെ മുടിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മളുടെ മുടിയൊക്കെ നല്ല കറുപ്പ് കളറും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.